റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ റിയൽമി 3 ഈ ഡിവൈസിന് ലഭിക്കേണ്ട പോലെ ഒരു വരവേൽപ്പ് ഇന്ത്യയിൽ ലഭിച്ചില്ല. കാരണം റെഡ്മി നോട്ട് 7 ഒക്കെ വന്ന് വലിയൊരു തരംഗമായ സമയത്താണ് ഈ ഡിവൈസും വരുന്നത്. പക്ഷേ അങ്ങനെ ഒതുക്കി നിർത്തേണ്ട ഒരു സ്മാർട്ട് ഫോൺ അല്ലത്. 10,000 രൂപയ്ക്ക് താഴെയുള്ള പല ഫോണുകൾക്കും ഇതൊരു കോമ്പറ്റീഷനാണ്. കാരണങ്ങൾ അറിയണ്ടേ? ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ് ആൻഡ് യു ആർ വാച്ചിങ് ആർക്സ് ടെക് എഡ്യു. നമ്മുടെ ചാനലിലെ കഴിഞ്ഞ അൺബോക്സിങ്ങിൽ, അതായത് റെഡ്മി നോട്ട് 7ൻ്റെ അൺബോക്സിങ്ങിൽ ഞാനൊരു പ്രോമിസ് തന്നിരുന്നു റെഡ്മി നോട്ട് 7 പ്രോ വാങ്ങി അൺബോക്സ് ചെയ്യാമെന്ന്. പക്ഷേ സാഹചര്യവശാൽ അത് നടന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കുക. റിയൽമി 3 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ ഈ ഡിവൈസിൻ്റെയും പർച്ചേസ് ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വാങ്ങാൻ കഴിയും. അത് നിങ്ങൾക്കും എനിക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 9,000 രൂപയ്ക്ക് വാങ്ങി ഡിവൈസ് ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ വളരെ നല്ലൊരു ബോക്സാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ഡിസൈൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ സൂക്ഷിച്ച് നോക്കി. ഡിസൈൻ നമ്മളൊരു അടുത്ത് കണ്ടിട്ടുണ്ട്. പോക്കോ F1ൻ്റെ ബോക്സാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ പിടിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ റിയൽമിക്ക് അല്പം കൂടെ ഡാർക്ക് പിച്ച് യെല്ലോ ആണ് അവർ നൽകിയിരിക്കുന്നത്. ബോക്സ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി U1 നമ്മൾ കണ്ട അതേ ഡിസൈൻ ലാംഗ്വേജ്, ആ ഒരു പാറ്റേൺ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. റിയൽമിയുടെ പുതിയ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയൽമി 2 നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഷോ നോട്ടിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടുവെക്കുക. നിങ്ങൾക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലാകും. സോ ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാർ വാല്യൂ വളരെ കുറവാണ്. സോ സാർ വാല്യൂവിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്ന സുഹൃത്തുക്കളൊന്നും പേടിക്കേണ്ട. സാർ വാല്യൂസ് വളരെ കുറവാണ്. നമ്മുടെ കയ്യിലുള്ളത് 9,000 രൂപയ്ക്ക് വിൽക്കുന്ന 3GB 32GB വേരിയൻ്റ് ആണ്. പിന്നെ ബോക്സ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഓപ്പോ തന്നെയാണ്. സോ ആ സ്റ്റാൻഡേർഡ് നമുക്ക് കാണാൻ കഴിയും. സോ നല്ല പാക്കേജിംഗ് ആണ്, നല്ല സ്റ്റഡി ആയിട്ടുള്ള ബോക്സ് ആണ്. സോ ഓവറോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഡിവൈസ് പാക്ക് ചെയ്തിരിക്കുന്നതിൽ. ഇനി അൺബോക്സിങ്ങിലേക്ക് നേരിട്ട് പോകാം. ഈ ഡിവൈസിൻ്റെ ബോക്സിനുള്ളിൽ എന്തെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതുപോലെ തന്നെ എന്തെങ്കിലും പുതുമകൾ റിയൽമി ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലഭിക്കുന്നത് വളരെ ക്ലീഷയാണ്. ഒരു ചെറിയ ബോക്സാണ്. നമ്മൾ റിയൽമി 2 ഇത് തന്നെ കണ്ടതാണ്. ഒരു ചെറിയ ബോക്സ്. ഇതിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് ലീഫ്ലെറ്റ്സ്, അതുപോലെ തന്നെ ഒരു കേസും ലഭിക്കുന്നുണ്ട്. ഈ ലീഫ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക. ചിലപ്പോൾ വാറണ്ടി പർപ്പസിന് ഉപകരിക്കും. ഈ കേസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം റിയൽമി 2 വന്ന ആ കേസ് എന്ന് പറയുമ്പോൾ അല്പം കൂടെ സ്റ്റഡി ആയിരുന്നു, ഇച്ചിരി കൂടെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനും ഒത്തിരി സിമിലാരിറ്റികളുണ്ട്. സൈഡിൽ ആ ബട്ടണിലൊക്കെ ഒരു ചെറിയൊരു റഫ്നെസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണത്. അതുപോലെ തന്നെ ഈ USB പോർട്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ റെഡ്മിയിലൊക്കെ നമ്മൾ കാണുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. ഇനി നമുക്ക് ഡിവൈസിലോട്ട് പോകാം. ഡിവൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കുഴപ്പമില്ല. കാരണം റെഡ്മി നോട്ട് 7 എന്നെ ഇമ്പ്രസ് ചെയ്ത പോലെ ഒന്നും ഞാനിവിടെ കണ്ടില്ല. മൊത്തം പ്ലാസ്റ്റിക് ബിൽഡാണ്. നമുക്ക് ഡിവൈസിലോട്ട് പിന്നെ വരാം. നമുക്ക് ബാക്കി എന്തെല്ലാം കണ്ടൻസും കൂടെ ഉണ്ടെന്ന് നോക്കാം. ചെറിയൊരു പേപ്പർ മാറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചാർജറാണ്. വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് ലഭിക്കാൻ പോകുന്നത്. 5V 2A ഒരു 10W ചാർജറാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ബോക്സിൽ ലഭിക്കുന്ന ഒരു USB കേബിളാണ്. അതെ, 2019 USB പോർട്ട്. റിയൽമി മാറേണ്ട സമയമായി. കാരണം നമ്മൾ കസ്റ്റമേഴ്സിന് ഒത്തിരി ഉപകാരമാണ് Type-C ഉണ്ടെങ്കിൽ. അതിനെക്കുറിച്ച് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും Type-Cയുടെ ഉപകാരങ്ങളെക്കുറിച്ച്. പക്ഷേ ഇതൊരു ഡീൽ ബ്രേക്കർ അല്ല കേട്ടോ. നിങ്ങളെ ചിലപ്പോൾ ഇത് ബാധിക്കുക പോലുമില്ല, പറഞ്ഞത് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ ലഭിക്കുന്നത്. നിങ്ങൾക്കൊരു ഫോൺ, അതുപോലെ തന്നെ 10W ചാർജർ, കേബിൾ, കേസ്, സിം ഇജക്ടർ ടൂൾ, കുറച്ച് ലീഫ്ലെറ്റ്സ്, ഇത്രയൊക്കെയാണ് ഈ ബോക്സ് ലഭിക്കുന്നത്. ഇനി ഈ ഡിവൈസിനെ കുറിച്ചുള്ള എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ക്വിക്ക് റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഡിവൈസ് എടുക്കണോ വേണ്ടയോ എന്നൊരു ഐഡിയയിലോട്ട് എത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. ആദ്യമേ തന്നെ ഈ ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഡിവൈസിന് മുഴുവൻ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് Day 1 തൊട്ട് ആ പ്ലാസ്റ്റിക് കേസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വെറുതെ സ്ക്രാച്ച് വീഴും. ഫിംഗർ പ്രിൻറ്റും ഇത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, 3 സ്ലോട്ടുള്ള സിം ട്രേ എന്നിവ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് പ്രത്യേകിച്ച് സെക്കൻഡറി മൈക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പുറകുവശത്ത് ക്യാമറയുടെ ഒരു ചെറിയ മൊഡ്യൂളും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്ലെയിൻ ആണ്, ഒന്നും ബംപ് ചെയ്ത് നിൽക്കുന്നില്ല. ഒരു നല്ല കാര്യമാണ്. താഴെ വശത്ത് 2 മൈക്കിനുള്ള പോർട്ടും ഒരു ഹെഡ്ഫോൺ ജാക്ക്, USB പോർട്ട്, സ്പീക്കറുകൾ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേഡിയൻ ഫിനിഷ് റിയൽമിയോടുകൂടി താഴെ വശത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു എടുത്ത് നിൽക്കുന്ന ഫീച്ചറായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറയുടെ ഉള്ളിലൊരു ചെറിയ യെല്ലോ റിങ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിന് കൊടുത്താണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല.
എനിവേ അതൊരു പ്രത്യേകത ഉണർത്തുന്നുണ്ട്. ഒരു സീംലെസ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. എനിവേ നന്നായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും കൺസ്ട്രക്ഷൻ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ റിയൽമി 2-ൽ അവർ കൊണ്ടുവന്ന ആ ഒരു വിപ്ലവം അത് റിയൽമി 3-ൽ അവർ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ഡയമണ്ട് കട്ട് ബാക്ക്. പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി നൽകിയിട്ടുണ്ട്. ഓവറോൾ ആവറേജ് എന്ന് എനിക്ക് പറയാം. ഡിസൈൻ്റെ കാര്യത്തിൽ ചെറിയൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറാസിൻ്റെ കാര്യത്തിൽ റിയൽമി ഷാർപ്പായിരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ. 13 മെഗാ പിക്സൽ f1.8 പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും, അതുപോലെ തന്നെ സെൽഫിക്കായിട്ട് 13 മെഗാ പിക്സൽ f2.0 സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഇമേജസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊക്കെ വളരെ ഷാർപ്പാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫ് അത് ഞാൻ റെഡ്മിയിലും നോട്ട് 7-ലും എടുത്താണ്. അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഈ ഇമേജസിലെല്ലാം ഒബ്ജക്ട്സ് ഒക്കെ വളരെ ഷാർപ്പാണ്. അതുപോലെ തന്നെ വളരെ നാച്ചുറൽ ലുക്കിംഗ് ആണ്. ഈ ഫോട്ടോയിലൊക്കെയുള്ള ബോക്കെ നിങ്ങൾ നോക്കുക, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ഞാൻ പെട്ടെന്ന് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫ്. ആ ചെറിയ പുല്ലാണെങ്കിലും അതിനെ പെട്ടെന്ന് നല്ല ഡെഫിനേഷനോടുകൂടി ക്യാപ്ചർ ചെയ്യാനും ആ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനും ഫോണിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് 2x സൂം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രോമ ബൂസ്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ മോഡുകളുണ്ട്, എക്സ്പെർട്ട് മോഡുകളുണ്ട്. സോ ഓവറോൾ ക്യാമറയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി സ്ക്രീനും മൾട്ടിമീഡിയ എക്സ്പീരിയൻസും എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ റിയൽമി അത്ര ഹോംവർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇതിനും ഒരു HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതായത് 720p കാറ്റഗറി ഡിസ്പ്ലേ അത്ര മോശമല്ല, നല്ല ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വ്യൂയിങ് ആംഗിൾസ് എല്ലാം നല്ലതാണ്. ഇപ്പം ഓവർ സാച്ചുറേഷൻ പോലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നം റെഡ്മി നോട്ട് 7 ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്, അതായത് 1080p കാറ്റഗറിയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ 720p ഞാൻ എൻ്റർടൈൻ ചെയ്യാത്തത്? ഈ ഇമേജസ് ഒന്നും കൂടെ നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് കണ്ടു നോക്കിയേ. കണ്ടോ, ഒരു പിക്സലേഷൻ ഇഷ്യൂ ആ സൺഫ്ലവറിൻ്റെ കാര്യത്തിലും ആ ഗ്രേപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ കാരണം ഇതിൻ്റെ PPI വളരെ കുറവാണ്, 270 PPI ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും റിയൽമി ഈ കാര്യത്തിലൊന്ന് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ നോർമൽ ഡേ യൂസേജിൽ അത് വലുതായിട്ട് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഡിസ്പ്ലേ കുഴപ്പമില്ല. ഇനി സോഫ്റ്റ്വെയർ ആൻഡ് അതർ ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഈ കാര്യത്തിലാണ് റിയൽമിക്ക് ഞാൻ ശരിക്കും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. കാരണം എല്ലാ രീതിയിലും ഇമ്പ്രൂവ്മെൻറ്റ്. ഇതിന് MediaTek P70 എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രോസസ്സർ തന്നെ നമുക്ക് 25,000 രൂപയുള്ള ഓപ്പോ ഫോൺസിലും കാണാൻ കഴിയും. ഇത് 12 നാനോമീറ്റർ പ്രോസസ്സിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ GPU Mali G72 MP3 എന്ന് പറയുന്നൊരു GPU ആണ്. അതും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു GPU ആണ്. അതുകൊണ്ട് ഗെയിമിംഗ് സൂപ്പറായിരിക്കും. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് പൈ ബേസ് ചെയ്തിട്ടുള്ള ColorOS 6 ആണ് ഈ ഡിവൈസിനുള്ളത്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ മാസീവ് അപ്ഗ്രേഡ് ആയിപ്പോയി. കാരണം ColorOS 5.2 ഉപയോഗിച്ചവർ ColorOS 6-ലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റിയൽമി ഡിവൈസ് തന്നെയാണോ എന്നൊന്ന് ചോദിച്ചു പോകും. കാരണം അത്ര മാത്രം ഡിഫറൻസ് ആണ്. ഒത്തിരി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഒരു ഗ്രേഡിയൻ ഫിനിഷ് നമുക്ക് ഈ UIയിൽ പലയിടത്തും കാണാൻ കഴിയും. ജസ്റ്റേഴ്സ്, ഈസി നാവിഗേഷൻ ബട്ടൺ, കൺവീനിയൻസ് എയ്ഡ്, അതുപോലെ തന്നെ ഗെയിം ബൂസ്റ്റേഴ്സ് എന്ന് വേണ്ട ഫീച്ചറുകളുടെ ഒരു പ്രളയമാണ്. ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്മാർട്ട് അസിസ്റ്റൻറ്റ് കഴിഞ്ഞ തവണത്തേക്കാളും അല്പം കൂടെ ഇമ്പ്രൂവ് ആയെന്ന് ഞാൻ പറയത്തുള്ളൂ. കോൺടാക്ട്സ് പ്രഡിക്ഷൻ, അതുപോലെ തന്നെ ആപ്പ് പ്രഡിക്ഷൻ, ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോഫ്റ്റ്വെയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ട് ഒത്തിരി സിമിലാരിറ്റികളുണ്ട്, പക്ഷേ ബ്ലോട്ട്വെയറുകളുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ കഴിയും. ഇനി ഗെയിം പ്ലേ ഒക്കെ ഓൺലൈനിൽ ഇടുന്ന ചേട്ടന്മാർക്ക് ഒരു ഗുഡ് ന്യൂസ്. ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഗെയിം പ്ലേ ഒക്കെ ഓൺലൈനിൽ ഇടുന്നവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കിട്ടുന്നു, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകൾ ലഭിക്കുന്നു. അതൊരു നല്ല സംഗതിയാണ്. അതുകൊണ്ട് എനിക്ക് ഓവറോൾ പറയാനുള്ളത് 9,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി 3 നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണി ഡിവൈസാണ്. പക്ഷേ ഇതിനെ 4GB RAM വേരിയൻറ്റ് നോക്കണോ? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഫുൾ റിവ്യൂവിൽ പറയാം. സോ അത് കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനലിനെക്കുറിച്ച് മറ്റ് ഫ്രണ്ട്സിനെ അറിയിക്കുക. എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.